كان القرآن رباني وعلى في الورى شاني. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും ഇഷ്ടദാസനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രമുഖമായിട്ടുള്ള മുഅ്ജിസത്താണ്. ആ മുഅ്ജിസത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാർക്ക് അല്ലാഹു കൊടുത്തെങ്കത്തെ വലിയ കഴിവായിട്ട് മുഅ്ജിസത്ത് ചൊന്നി. ഈ മുഅ്ജിസത്ത് ചൊന്നെങ്കിൽ എന്തിനാ ചൊന്നെങ്കിൽ അംറുൻ ഖാരിഖുൽ ലിൽ ആദ, അതൊരു പതിവ് എതിരായിട്ട് സംഭവിക്കണമെങ്കത്തെ നബിമാരിൽ വ്യക്തമാവണമെങ്കത്തെ ഒരു വിഷയമായിട്ട് മുഅ്ജിസത്ത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ് പരിശുദ്ധമായ ഖുർആൻ. ആ പരിശുദ്ധമായ ഖുർആനിന് വേറൊരു വിഷയമുണ്ട്, ഇഅ്ജാസുൽ ഖുർആൻ. അതായത് മനുഷ്യ കഴിവുക അതീതമായത്, ഒരു മനുഷ്യക്കും നിർമ്മിക്കുക സാധ്യമില്ലാത്ത ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. ഒരു മനുഷ്യൻ അത് നിർമ്മിക്കുക സാധ്യമില്ല ചെന്നിട്ട് എല്ലാവർക്കും വ്യക്തമായത് മാത്രമല്ല പരിശുദ്ധമായ ഖുർആനെ ചൊന്നിറോ. നിങ്ങൾക്ക് പരിശുദ്ധമായ ഖുർആനിൽ സംശയമുണ്ടോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മക്കത്തെ ആൾമാർക്ക് പരിശുദ്ധമായ ഖുർആൻ ഓതി കൊടുത്തപ്പോ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഡോങ്ങിയാക്കിയാറ് ഇതൊരു കട്ടുകഥയായിട്ടിക്കിട്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉണ്ടാക്കി വെച്ചതുണ്ടായിട്ടിക്കിട്, ഇങ്ങനെല്ലാം എന്തെല്ലാം ചൊന്നാർ. ആ സമയത്ത് പരിശുദ്ധമായ ഖുർആനെ ചൊന്തു, വൈൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി. നിങ്ങൾ എന്താക്കറോ, ഇത് കളവാണെങ്കിൽ, ഈ ഖുർആനിലുള്ളത് ഈ ഖുർആന്റെ ശൈലി കളവാണെങ്കിൽ നിങ്ങൾ എന്താക്കറോ, ഖുർആന്റെ ഒരു ചെറിയൊരു ആയത്തെങ്കിലും ഇത് ഖുർആൻ പോലത്തത് നിങ്ങൾ കൊണ്ടുവരൂ ചെന്നിട്ടു മക്ക മുശ്രിക്കീങ്ങളായിട്ട് വെള്ളുവിളിച്ചിട്ട്. അത് ഇപ്പം പരിശുദ്ധമായ ഖുർആൻ അതേ വെള്ളുവിളിച്ചോണ്ടുണ്ട്. ഒരാൾക്കും ഖുർആന്റെ ഒരു ചെറിയ ആയത്ത് പോലും കൊണ്ടുവരണം ഇന്ത്യത്തോളം സാധ്യമായിട്ടില്ലാണ്ട് പരിശുദ്ധമായ ഖുർആൻ വ്യക്തമാക്കിട്. ഒരായത്തിൽ കൂടി ഖുർആൻ ചൊല്ലോ, കുല്ലൈൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആനി ലാ യഅതൂന ബിമിസ്ലിഹി വലൗ കാന ബഅദുഹും ലിബഅദിൻ ദഹീറ. ഇനി നിങ്ങൾ ഖുർആന്റെ കൊണ്ടുവരണം നിങ്ങൾ റെഡി ആവണമെങ്കിൽ നിങ്ങൾ എന്താക്കറോ, നിങ്ങൾ കൂടറോ ജിന്നുക കൂടറോ കൂടിയിട്ട് നിങ്ങൾ പരസ്പരം സഹായിച്ചിട്ട് ട്രൈ ആക്കറോ. എന്നാൽ പോലും നിങ്ങൾ ഖുർആൻ പോലത്തെ ഒരു ആയത്ത് പോലും നിങ്ങൾ കൊണ്ടുവരണം സാധ്യമില്ലാണ്ട് പരിശുദ്ധമായ ഖുർആൻ വീണ്ടും അതിനെ താക്കത്ത് വിളിച്ചുകൊണ്ടുണ്ട്, വെള്ളു വിളിച്ചുകൊണ്ടുണ്ട്. അത് ഇന്ത്യ തോല ഒരാൾക്കും സാധ്യമായിട്ടില്ല. അങ്ങനത്തെ ഒരു ഗ്രന്ഥം ഉണ്ടെങ്കിൽ അത് പരിശുദ്ധമായ ഖുർആൻ ആയിട്ടിരിക്കുക. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഖുർആൻ ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി കൊടുക്കണ മക്കത്തെ ആൾമാർ, ഈ മക്കത്തെ ആൾമാർ ചെന്നെങ്കിൽ ഞങ്ങളെ പോലെ കന്നഡ നക്കിനിക്കുള്ള ആൾമാർ എന്തല്ല വലിയ അറബി ഗൊന്തുല്ല. അറബി ഒന്നെങ്കിൽ സാധാ അറബി എന്തല്ല, വലിയ സാഹിത്യവും അറബിയിലെ നിമിഷ കവിമാർ അപ്പപ്പ പിന്നെ പാട്ടും എല്ലാവർക്കും റെഡിയുള്ള എല്ലാത്തും താക്കത്തില്ലെങ്കിൽ അറബിയിൽ വലിയ നൈപുണ്യം നേടിയ അങ്ങനത്തെ ആൾമാരായിട്ട് ഇക്കിടാങ്ങ. അങ്ങനെ ഇടയ്ക്കാണ് ഖുർആൻ കൊണ്ടുവന്നിട്ട് ചൊല്ലേ നിങ്ങൾ ഇതുപോലത്തെ അറബിയിൽ നിങ്ങൾ കഴിയുന്നെങ്കിൽ ഖുർആൻ അറബിയാണ്, ഖുർആന്റെ അറബി പോലത്തെ ഖുർആന്റെ ശൈലി പോലത്തെ ഖുർആന്റെ ആ ഒരു വിഷയം പോലത്തത് നിങ്ങൾ കൊണ്ടുവരണം, നിങ്ങൾ സാധ്യം കൊണ്ടുവരുകൊണ്ടാണ് ഖുർആൻ ആ ടൈമിൽ വിളിച്ചിട്ട് കേട്ടേ. അതുകൊണ്ട് ഒരു മക്ക മുശ്രിക്കീങ്ങൾക്കും ഒരു അറബിമാർക്കും ഒരു സാഹിത്യമുള്ള ആൾമാരും ഖുർആന്റെ സാഹിത്യത്തൊട്ടിಗೆ അത് ടാലിയാക്കാൻ സാധ്യമായിട്ടില്ല. എല്ലാവരും സോത്തിട്ട് പോയില്ലേ. അത്രയും വലിയ ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. അപ്പൊ ഖുർആൻ എല്ലാ മനുഷ്യന്മാരുടെ കഴിവിടെ അതീതമാണ്. അതായത് ഒരു മനുഷ്യന്മാർക്കും അങ്ങനത്തെ കിതാബ് കൊണ്ടുവരണോ സാധ്യമേ ഇല്ല. അത് ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്, വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ടുണ്ട്. അപ്പൊ അത്രയും വലിയ ഗ്രന്ഥമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരിശുദ്ധമായ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളെ നന്നാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ ചെന്ന വിഷയവും ഓതിയ ഫാത്തിഹ സൂറത്ത് അല്ലാഹു ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ചു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആന്റെ മഹാരഥന്മാരായ ഇമാമിയങ്ങളും അതുപോലെ എല്ലാ ഔലിയാക്കൾ അമ്പിയാക്കൾ സ്വാലിഹീങ്ങൾ സജ്ജനങ്ങളുടെ ഹദ്റത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഖബറുകൾ അല്ലാഹു തആല എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളോട് കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടെ ഉള്ള തൗഫീഖ് അല്ലാഹു ഞങ്ങൾ എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.